ഭാവിയിൽ ഉപകാരപ്പെടും. ഈ ഒരു റേഞ്ചിൽ പ്രൈസ് വരുമ്പോൾ എങ്ങനെ റീഡ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പ്രൈസ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നില്ല? കുറച്ചുകൂടെ താഴോട്ട് വരാമായിരുന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? ഈ സപ്പോർട്ടിൽ എൻട്രി ഇട്ട എനിക്ക് എന്തുകൊണ്ട് ഇത് മിസ്സായി? മറിച്ച് ഈ ഒരു ചാർട്ടിനകത്ത് ഇവിടെ സപ്പോർട്ടിൽ എൻട്രി ഇട്ട എനിക്ക് എൻട്രി കിട്ടി, എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടും ഇല്ല, എനിക്ക് ടാർഗറ്റ് കിട്ടും. എന്തുകൊണ്ട് അത് സംഭവിച്ചു? പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. നമ്മൾ ശരിക്കും ചാർട്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചാർട്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ബൈ സെൽ പ്രൈസുകളെ ബേസ് ചെയ്തായിരിക്കണം. ബൈ സെൽ പ്രൈസുകളെ നമുക്ക് തരുന്നത് ചാർട്ടാണ്. ചാർട്ടിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും പ്രൈസ് ആക്ഷൻ പഠിക്കരുത്. പ്രൈസിൻ്റെ ആക്ഷൻ മാത്രമല്ല, പ്രൈസിൻ്റെ റിയാക്ഷനും മാർക്കറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും ആക്ഷന് ശേഷം പ്രൈസിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതുമാണ് ശരിക്കും മേജർ ലൊക്കേഷനിൽ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടുകളിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ബൈയിങ് നടന്നു അല്ലെങ്കിൽ ഡിമാൻഡ് കൂടി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ചാർട്ടിലെ പ്രൈസുകളിൽ നിങ്ങൾ റീഡ് ചെയ്ത് പഠിക്കേണ്ടത്. നിങ്ങൾക്കറിയാവുന്ന ഒരു സത്യമാണ്, നമ്മുടെ മാർക്കറ്റ് വ്യൂ ഇന്ന് രാവിലെ സി ബൈയിങ് തന്നെയായിരുന്നു, അല്ലേ? ഇതിൽ സംശയമുണ്ടോ? സി ബൈയിങ് തന്നെയായിരുന്നു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. സി ബൈയിങ് തന്നെയായിരുന്നു. സി ബൈയിങ് ഉള്ള ഇന്നത്തെ ദിവസം നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു ലെവലിലാണ് മാർക്കറ്റ് വരുന്നത് എങ്കിൽ അവിടെ ബൈയിങ് നടക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് ട്രേഡ് എടുക്കാനുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാവാം. അതല്ലെങ്കിൽ അവിടെ നിന്നും അപ്പോൾ തന്നെ ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്തിൽ ഏത് രണ്ടിനകത്തിലാണെങ്കിലും നമുക്ക് ഡേ പ്രോഫിറ്റ് ക്ലോസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ക്ഷമയോടെ ചാർട്ടിനെ റീഡ് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ എടുത്ത്, സപ്പോസ് ആ ഒരു സിറ്റുവേഷനെ മിസ്സായി പോയാലും പിന്നീടാണെങ്കിലും നമുക്ക് അതേ ലെവലിൽ പ്രൈസ് വരുമ്പോൾ ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഹൗ യു ക്യാൻ ഡു, എങ്ങനെ ചാർട്ടിനെ റീഡ് ചെയ്ത് കൺഫേം ചെയ്യണം. ഒന്ന്, നമ്മുടെ മാർക്കറ്റ് വ്യൂ സി ബൈയിങ് തന്നെയാണ്. അത് രാവിലെ 8:30 ആയപ്പോഴത്തേക്കും നിങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന് നമ്മുടെ വ്യൂ സി ബൈ, എല്ലാ ദിവസവും മോർണിംഗ് ഡേറ്റയിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. റൂള് നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. 2, ഇന്നത്തെ ദിവസം രാവിലത്തെ ഇമോഷൻ എന്തായിരുന്നു മാർക്കറ്റിൻ്റെ? മേജർ ലെവലിനെ താഴോട്ട് വന്ന് ബ്രേക്ക് ചെയ്ത ശേഷം അതേ ലെവലിൽ തന്നെ പോയിട്ട് റീടെസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ രാവിലെ കാണുന്നത്. ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഇന്നും മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള സംശയദൃഷ്ടിയോടുകൂടി വേണം മാർക്കറ്റ് നിൽക്കാൻ. അല്ലാതെ ഒരു കാരണവശാലും ഈ മാർക്കറ്റിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് അല്ല ഇത്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന മേജർ ലെവലുകളിൽ പ്രൈസ് സെല്ലേഴ്സിന് കൂടുതൽ പ്രാധാന്യമുള്ള രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് രാവിലെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന കാഴ്ച. സെല്ലേഴ്സിന് കോൺഫിഡൻസ് കിട്ടുന്നു. ഇതിനെ ബേസ് ചെയ്ത ഒരു അനാലിസിസേ നമുക്കില്ല. നമുക്കാകെയുള്ളത് എന്താണ്? ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ സ്ട്രാറ്റജി മാത്രമാണ്. ട്രെൻഡ് രാവിലെ വരുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സി കേസിൽ ട്രെൻഡ് ഉണ്ടോ ഇല്ലയോ, നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ സ്ട്രാറ്റജിയിൽ കൂടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയാൽ, പിന്നീട് സപ്പോർട്ടിലേക്ക് പ്രൈസ് എത്തിയാൽ അവിടെ നമ്മൾ ബൈയിങ്ങിന്റെ ഏരിയയിലേക്ക്, ബൈ പ്രൈസ് നടന്ന ഏരിയയിലേക്ക് പ്രൈസ് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ പ്രൈസിനെ റീഡ് ചെയ്ത് നമുക്ക് കൺഫർമേഷൻ എടുക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് രാവിലെ ഫസ്റ്റ് ക്യാൻഡലിന്റെ ലോ അത് ഏകദേശം 82 രൂപ, 82 രൂപ എത്രയാണ്? 82 രൂപ 95 പൈസ ആ സംതിങ്ങിലാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ 83 രൂപ 10 പൈസ, അതിലാണ് നിങ്ങൾക്ക് ബൈയിങ് കൺഫർമേഷൻ അഥവാ ഒരു മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ബയേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രൈസ് രാവിലെ കണ്ടുപിടിക്കുന്ന അവിടെ നിന്നാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ ആ പ്രൈസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചാർട്ടിൽ നോക്കിയിട്ട്. ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2, അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവാം, ചിലപ്പോൾ കാണത്തില്ല. പക്ഷേ ഉണ്ട് എന്ന് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ ലെവലിൽ അതേ വിലയിൽ ഈ ഒരു ഇൻട്രസ്റ്റ്, ഈ ഒരു പ്രൈസിൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടല്ല ഇവിടുന്ന് പ്രൈസ് മേലോട്ട് കയറി പോയത്, അല്ലേ? പോവില്ലല്ലോ. അപ്പൊ അതേ ലെവലിൽ പ്രൈസ് എത്തിയപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ കാണുന്ന കാഴ്ച?
ആ ലെവലിൽ നിങ്ങൾ വരച്ചിട്ട ഈ ലൈനിൽ ടച്ച് ചെയ്ത ക്യാൻഡിലിന് എന്ത് ആക്ഷനാണ് ഉണ്ടായത്? എന്ത് ആക്ഷനാണ് ഉണ്ടായേ? അജിത് കൃഷ്ണ, എന്ത് ആക്ഷനാണ് ഉണ്ടായത് ഇവിടെ? അജിത് കൃഷ്ണയുടെ മൈക്ക് ഓൺ ആവുന്നില്ലയോ? ഓൺ ആവണ്ട. അർജുൻ രാമചന്ദ്രൻ, ആ പറയ്. റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് അവിടെ റിജക്ഷൻ വരുന്നു. റെഡ് ക്യാൻഡിൽ വന്ന സമയത്ത് അവിടെ റിജക്ഷൻ വന്നു ഇല്ലയോ? ഈ റിജക്ഷൻ എന്ന നീ കുറച്ച് മുമ്പ് വിക്കിന്റെ സംശയം ചോദിച്ചേ അല്ലയോടാ? അതെ. അപ്പൊ ഇവിടെ വിക്കല്ലേ വന്നിരിക്കുന്നേ? അപ്പൊ ഇത് റിജക്ഷൻ എന്നതല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ? ഈ ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങും ഈ ക്യാൻഡിലിന്റെ ക്ലോസിങ്ങും നോക്കിയിട്ട് ഇതിന്റെ ഇമോഷൻ റീഡ് ചെയ്ത് ഈ ക്യാൻഡിലിന്റെ മീനിങ് എന്താണെന്ന് നീ പറഞ്ഞേ. കുടുങ്ങി കുടുങ്ങി നീ കുടുങ്ങിയടാ, നീ കുടുങ്ങി ഇല്ലയോ? ഇനി നീ നോക്കി വായിക്കാനായിരിക്കും. പിന്നെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് പോയോ? സെല്ലറിന്റെ പവറുള്ള ഒരു ടോട്ടൽ പവറുള്ള ഒരു ക്യാൻഡിൽ താഴേക്ക് വരുന്ന സമയത്ത് റിജക്ഷൻ ഉണ്ടായി. സെല്ലേഴ്സിന് പവറുള്ള ക്യാൻഡിലിൽ റിജക്ഷൻ ഉണ്ടായി എന്നുള്ളത് നീ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അരുണിഷ് അക്കാഡമിയിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ശേഷം നീ ഇതെങ്ങനെ പഠിച്ചു, എങ്ങനെ മാറ്റി പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. സെല്ലേഴ്സ് ലൂസിംഗ് പവർ ക്യാൻഡിൽ ന്യൂട്രൽ സെന്റിമെന്റ്സിൽ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തു അല്ലേ? ന്യൂട്രൽ സെന്റിമെന്റ്സിലാണ് അതിന്റെ ക്ലോസിങ് വന്നിരിക്കുന്നത്. ഒപ്പം അവിടെ സെല്ലേഴ്സിന്റെ പവർ ലൂസ് ആകുന്നു എന്നുള്ളത് എപ്പോ മനസ്സിലായി? ഈ റെഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിൽ നിന്ന് നീ റീഡ് ചെയ്തു. അങ്ങനെ ആണെങ്കിൽ നിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ മേളിൽ നീ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ബുള്ളിഷ് മൂഡ് വരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഇവിടുന്ന് ഇനിയും ബൈയിങ് നടക്കണം. ആ ബൈയിങ് നടന്നിട്ട് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് ബൈയിങ് മൂഡ് ആക്ടിവേറ്റ് ആയി. ഇത് എവിടെ ടച്ച് ചെയ്ത ക്യാൻഡിലില്ല നീ എഴുതി വെച്ചേക്കുന്നത്, പിന്നെ റീഡ് ചെയ്യുന്നേ? നീ നേരത്തെ വരച്ചിട്ട നേരത്തെ ഉള്ള ബയേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള പ്രൈസിലാണ് ഇത് റീഡ് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ അർജുൻ? അല്ലേ? ഇവിടെ ന്യൂട്രൽ സെന്റിമെന്റ്സ് ആണ് എന്നും കൂടെ നമ്മളോട് പറയുന്നുണ്ട് ക്ലോസിംഗ് അല്ലേ? പ്രൈസ് വീണ്ടും താഴേക്ക് മൂവ് ചെയ്യുകയും ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും താഴോട്ട് തന്നെ വന്നിട്ട് പ്രൈസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? പിന്നീട് അവിടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പ്രൈസിന്റെ ആക്ഷൻ എങ്ങനെയായിരുന്നു? റിജക്ഷൻ ആയിരുന്നു. ആ റിജക്ഷൻ ആണെന്ന് പറഞ്ഞ് ഉടനെ ഇവിടെ ബയർ മാർക്കറ്റ് കയറി അങ്ങ് സ്ഥാപിച്ചു എന്ന് അർത്ഥമുണ്ടോ? ഒന്നുമില്ല. സെല്ലേഴ്സിന്റെ പവർ കുറഞ്ഞതുകൊണ്ട് ബയേഴ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ഇവിടെ ഈ ക്യാൻഡിൽ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത ക്യാൻഡിൽ എന്ത് പറയുന്നു? ബോഡിയുടെ വലിപ്പം കുറഞ്ഞു. ഈ ക്യാൻഡിലിന്റെ ലോയിൽ നിന്നും പ്രൈസ് താഴേക്ക് അധികം പോകുന്നില്ല. പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? സെല്ലേഴ്സിന്റെ പവർ വീണ്ടും ഇതേ ലൊക്കേഷനിൽ കുറയുന്നു. സെല്ലേഴ്സിന്റെ ഇൻട്രസ്റ്റും കുറയുന്നു അല്ലേ? ബോഡിയുടെ വലിപ്പം കുറഞ്ഞു. ഈ ക്യാൻഡിലിന്റെ ഇവിടെ വരെ, അതായത് വിക്കിന്റെ ഭാഗത്തായിട്ട് അതിന്റെ ബോഡിയുടെ ഓപ്പണിംഗ് വന്നു. അതിന്റെ വിക്കിന്റെ മുകളിൽ തന്നെ അതിന്റെ ക്ലോസിങ് കിട്ടി. ലോ താഴോട്ട് ബ്രേക്ക് ചെയ്തു. നേരത്തെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിന്റെ മീനിങ് എന്താണെന്നോ സെയിം മീനിങ്, സെല്ലേഴ്സ് ലൂസിംഗ് പവർ, ശരിയല്ലേ? ഈ സെല്ലേഴ്സ് ലൂസിംഗ് പവർ ക്യാൻഡിൽ രണ്ടെണ്ണം വന്ന പിന്നെ അവിടെ ബയർ വരണ്ടേ? വരണോ? വരണം. അങ്ങനെ ആണെങ്കിൽ ബയർ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ വാങ്ങിച്ച പ്രൈസിൽ ബയേഴ്സ് ഹാവ് സം ഇൻട്രസ്റ്റ് എന്ന് മാത്രമല്ലേ ഇവിടെ കൺഫർമേഷൻ ഉള്ളൂ, അല്ലേ ഉള്ളൂ? അത്രേ ആകാൻ പാടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ആ ക്യാൻഡിലിനെ താഴോട്ട്, ഈ നേരത്തെ വരച്ചിട്ട ക്യാൻഡിലിനെ താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ വന്ന ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് വരയ്ക്കാം ഈ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് കിട്ടിക്കഴിയുമ്പോൾ. അവസാനം വന്ന സെല്ലർ ലൂസിംഗ് പവർ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് അവിടെ നിന്നും മുകളിലേക്ക് പോയപ്പോൾ എന്ത് റിയാക്ഷനാണ് പിന്നീട് മാർക്കറ്റിന് ഉണ്ടായത്?
ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഈ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഈ വന്ന ക്യാൻഡലിന്റെ ഹൈ, ഗ്രീൻ ക്യാൻഡിൽ എന്തുവാ, സെല്ലേഴ്സ് ഗെയിനിങ് പവർ എന്നുള്ളതാണ് അല്ലേ. സെല്ലേഴ്സ് പവർ ആർജിക്കാൻ തയ്യാറെടുക്കുവാണ് ഈ ഗ്രീൻ ക്യാൻഡലിൽ. സെല്ലേഴ്സിന്റെ പവർ കുറഞ്ഞു, എന്നിട്ട് സെല്ലേഴ്സിന്റെ അവര് പവർ ആർജിക്കാൻ തയ്യാറെടുക്കുന്നു. കാരണം എന്തുകൊണ്ടാ, ഈ സെല്ലർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ, അല്ലെങ്കിൽ സെല്ലേഴ്സ് ലൂസിങ് പവർ, സെല്ലേഴ്സിന്റെ പവർ കുറഞ്ഞ ഈ ക്യാൻഡിലിന്റെ ബെയറിഷ് സെന്റിമെന്റൽ സോണിലാണ് ഈ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഞാൻ കോഴ്സിനകത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ലടാ ഈ ക്യാൻഡിലിനെ എങ്ങനെയാണ് ബെയറിഷ് സോൺ, ബുള്ളിഷ് സോൺ, ന്യൂട്രൽ സോൺ എന്ന് റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിന്റെ ബുള്ളിഷ് സോണിലാണ് ഇത് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും വീണ്ടും ഒരു പുതിയ ഹൈ ഉണ്ടാക്കി മുകളിലോട്ട് പോയിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഇവിടെ ബയർ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഈ റിജക്ഷനിൽ ഉറപ്പിക്കാൻ പറ്റുമോ അർജുൻ? പറ്റുമോ? പറ്റില്ല. ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്താൽ ഉറപ്പിക്കാം. അപ്പൊ ബയർക്ക് സപ്പോർട്ടിൽ ഇൻട്രസ്റ്റ് വന്ന ആ ഏരിയയെ മാർക്ക് ചെയ്ത് വെച്ചാൽ അതിനെ എപ്പ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നോ ആ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ബയർ ഉണ്ടെങ്കിൽ, ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വിധിയുള്ള മാർക്കറ്റ് ആണെങ്കിൽ, അതിന് മാർക്കറ്റ് ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ക്ലോസ് ചെയ്തു എന്നുള്ള പ്രൈസ് ആക്ഷന്റെ റിയാക്ഷനായിട്ട് എന്ത് സംഭവിച്ചിരിക്കും മാർക്കറ്റിൽ? ഇവിടെ ബയർ വന്ന് ക്ലോസിംഗ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കും. എഴുതി വെച്ച് പഠിച്ച കാര്യങ്ങളാണിതെല്ലാം അല്ലേ? ആണല്ലോ. സെല്ലേഴ്സ് കൺഫർമേഷൻ കിട്ടി താഴോട്ട് വരുമെന്ന്. അവസാനത്തെ സപ്പോർട്ടിൽ വന്ന ബൈയിങ് ഇൻട്രസ്റ്റ് പ്രൈസിനെയാണ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. അതിനുശേഷം മാർക്കറ്റിൽ ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ്, റിയൽ മണി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തപ്പോൾ പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു എന്നുള്ള പ്രൈസ് ആക്ഷന് റിയാക്ഷൻ കൊടുത്തത് നേരെ പ്രൈസ് മുകളിലേക്ക് പോയി അവസാനം സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് വന്ന ഏരിയയിലേക്ക് പ്രൈസ് എത്തി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രൈസിനെ ബയേഴ്സിന് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള, നമുക്ക് സപ്പോർട്ടിൽ കൺഫർമേഷൻ ബയർ ഉണ്ടെന്ന് കൺഫർമേഷൻ തന്ന ഈ ഒരു പ്രൈസിനെ പിന്നീട് ഈ ഒരു കൺഫർമേഷന് ശേഷം എപ്പോഴൊക്കെ താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് എൻട്രി സിഗ്നലാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആണോ അല്ലയോ? ആ എൻട്രി സിഗ്നലിനെയാണ് നിങ്ങൾ റിപ്പീറ്റഡ് ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പഠിപ്പിച്ചു തന്നേക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ പാറ്റേണിന്റെ പ്രസൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ പാറ്റേൺസിന്റെ പ്രസൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെയും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ട് ആ റെഡ് ലൈനിന്റെ നേരത്തെ വരച്ചിട്ടുള്ള സപ്പോർട്ടിന്റെ ലൈനിന്റെ മുകളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് കിട്ടിയാൽ അവസാനത്തെ കൺഫർമേഷൻ. അതിനും ലേറ്റായി പോവുകയാണെങ്കിൽ പിന്നീട് വരുന്ന സെല്ലറെ തോപ്പിക്കുന്ന ക്യാൻഡിലും ആ ക്യാൻഡിലിന് കൊടുക്കുന്ന റീടെസ്റ്റിംഗ്. ഇങ്ങനെ പല മെത്തേഡുണ്ട് ഈ പറയുന്ന സപ്പോർട്ടിൽ നിന്നും ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി പോയിന്റ് കണ്ടെത്താൻ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ റീഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ബയേഴ്സിന് ഇൻട്രസ്റ്റ് വന്ന് പ്രൈസ് മുകളിലേക്ക് പോയത് ഈ ക്യാൻഡിലിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയാണെന്നുള്ള കാര്യം ഇത്രയും ഭാഗം റീഡ് ചെയ്തപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു സത്യമാണ്. ആണോ അല്ലയോ? പറയടാ, അല്ലയോ? അങ്ങനാണെങ്കിൽ ഇവിടുത്തെ ഫയർ ഫൈറ്റിംഗ് ഏരിയയ്ക്കായിരിക്കുമല്ലോ ഈ റിസൾട്ടിന് ശേഷം ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹൈയുടെ അവിടെ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും പ്രൈസ് ഇവിടേക്ക് എത്തിയാൽ ഇവിടെ ബൈ ചെയ്തവന്മാരുടെ കയ്യിൽ 10 പുത്തനെടുക്കാൻ കാണത്തില്ലടാവേ. വീണ്ടും ബൈ ചെയ്യാൻ കാണത്തില്ലേ? അവിടെ വരയ്ക്കണം റേഞ്ച്, വെയിറ്റ് ചെയ്യണം. ഇത് പോയാലങ്ങ് പോട്ടെന്ന് വിചാരിക്കണം.
തഞ്ചത്തിൽ നിൽക്കാം മാർക്കറ്റിൽ. കാരണം എന്താ? യു ആർ ആൻ ഓപ്ഷൻ ബയർ അല്ലേ? നിങ്ങൾ ട്രേഡർ അല്ല, നിങ്ങളൊരു മൈൻഡ് ഗെയിമറാണ്. പ്രൈസ് വീണ്ടും ഇതേ ഏരിയയിൽ വരും, ആക്ട് ചെയ്യും, റിയാക്ട് ചെയ്യും, എൻട്രി എടുക്കും, പെൻഡിങ് ഓർഡർ ബ്ലോക്കിൽ കൂടെയുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറും. ആഫ്റ്റർ ദിസ് ട്രെൻഡ് കൺഫർമേഷൻ, ഇൻട്രാഡേ ട്രെൻഡ് കൺഫേം ചെയ്തിട്ടാണ് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തേ, ബ്ലൈൻഡ് ആയിട്ടല്ല. പഠിച്ചിട്ടാ സാറാ ഇത് ചെയ്യുന്നേ. ₹1 സെല്ലർക്ക് കൊടുക്കത്തില്ല. എല്ലാ ദിവസവും ക്ലാസ് കേട്ട്, എല്ലാ ദിവസവും ട്രേഡിംഗ് ഡയറി എഴുതി, ഓരോ ദിവസത്തെ ട്രേഡിങ്ങിൽ വരുന്ന തെറ്റുകളും ശരികളും വ്യക്തമായി ബോധ്യപ്പെട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരാളിന് മാക്സിമം 3 മാസം മുതൽ 6 മാസം വരെ സമയം, അതിനപ്പുറത്തോട്ട് ആവശ്യമില്ല. പിന്നെ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് വിളച്ചിലും വിളവും എടുത്തുകൊണ്ട് വരുന്നവന്മാർക്ക് എല്ലാവന്മാർക്കും പണി മേടി. അല്ലാതുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് പോയാൽ മതി. നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധി, കഴിവ്, നിങ്ങളുടേതായിട്ടുള്ള കണ്ടെത്തൽ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പരീക്ഷണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പഠിക്കാൻ നിൽക്കുക. അപ്പോൾ വെളിപാട് വരും. ഇപ്പം നേരത്തെ വിക്കിനെ പറ്റി സംശയം ചോദിച്ച അർജുന് സകല സംശയവും ക്ലിയർ ആയിട്ടുണ്ട്. ഇല്ലയോടാ വേ? വിക്കിന്റെ പ്രാധാന്യം സപ്പോർട്ടിൽ അതല്ല ഞാൻ ചോദിച്ചത്. നിന്റെ ഡൗട്ട് ക്ലിയർ ആയല്ലോ? ക്ലിയർ, അത് മതി. ബാക്കി നീ വരച്ച് ട്രേഡ് എടുക്കുന്നത് നിന്റെ എക്സ്പീരിയൻസ്, നിന്റെ വിൽ പവർ, നിന്റെ ബുദ്ധി, അതാണ് വർക്ക്. ഒരേ സ്ട്രാറ്റജിയിൽ, ഒരേ ട്രേഡിംഗ് പ്രൊസീജിയറിൽ ആവർത്തിച്ചുള്ള പരിശീലനം. മുമ്പത്തെ ക്ലാസ്സിൽ ഇതുപോലെ ഒരു റേഞ്ച് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ബേസിൽ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ അവിടെ റേഞ്ച് വരക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സപ്പോർട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ബയറിന് ഇൻട്രസ്റ്റ് ഉണ്ടായ ആ ക്യാൻഡിൽ, അപ്പൊ അതിനുശേഷം പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി, പിന്നെ രണ്ടാമത് ബയ അതിന്റെ മുകളിലാണ് നടന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു പെൻഡിങ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. അങ്ങനെ അതുണ്ട്, ഹെഡ്ജിങ് ഉണ്ട്, അങ്ങനെ പല മെത്തേഡുകൾ നിങ്ങളെ ഇതിനെ പഠിപ്പിച്ചു തരുന്നത്. എല്ലാവർക്കും ഒരേ ട്രേഡിംഗ് പ്രൊസീജിയർ വഴങ്ങിയെന്ന് വരില്ല. ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ പല മെത്തേഡുകൾ പഠിപ്പിക്കും. ഒരുപാട് മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോ? ആകെപ്പാടെ ഇൻട്രാഡേ മാർക്കറ്റ് വ്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് കോമൺ ആയിട്ടുണ്ട്. ഇൻട്രാഡേയുടെ ട്രെൻഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് കോമൺ ആയിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ ഗ്രീക്ക് പഠിക്കാതെ വളരെ കൂൾ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡുണ്ട്. അതിനകത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് കണ്ടുപിടിക്കുന്ന സ്ട്രാറ്റജിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിനെ റിക്കവർ ചെയ്തെടുക്കാനുള്ള സ്റ്റോപ്പ് ലോസ് റിക്കവർ സ്ട്രാറ്റജി ഉണ്ട്. എബോവ് 95% ആക്യുറസി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പിന്നെ വർഷത്തിൽ 3-4 തവണ മാത്രമേ ചിലപ്പോൾ മാക്സിമം അതിന് സ്റ്റോപ്പ് ലോസ് അടിക്കത്തുള്ളൂ, ഡബിൾ സൈഡ്. ഇനി അതിനുശേഷം ട്രെൻഡ് കൺഫേം ആയ ശേഷം മാത്രമേ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലാവൂ. അതിന് നിങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന 3 പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചാർട്ടിനകത്തിലാണ് മേജർ ലെവലുകൾ പഠിപ്പിച്ചു തരുന്നത്. ആ ലെവലിൽ പ്രൈസ് എത്തുമ്പോൾ നിങ്ങൾക്ക് റേഞ്ച് വരയ്ക്കാനുള്ള റൂളുണ്ട്. റേഞ്ച് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. റേഞ്ചിന് വരച്ചതിന് ശേഷം അവിടെ എത്തുന്ന കാൻഡിൽ സ്റ്റിക്കിനെ എങ്ങനെ റീഡ് ചെയ്ത് ഒരു എൻട്രി പോയിന്റ് കണ്ടെത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന പല മെത്തേഡുകളാണ്. കൂടാതെ സ്ട്രോങ് സപ്പോർട്ട് ചെയ്ത്, വീക്ക് സപ്പോർട്ട് ചെയ്ത്, സബ് റിക്കവറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ഏത്, കുറച്ച് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ദിവസം ഏത്, ഓപ്പോസിറ്റ് വ്യൂ സൈഡിൽ നിന്ന് ചാർട്ടിന്റെ കൺഫർമേഷൻ എടുക്കേണ്ടത് എങ്ങനെ, ഇതെല്ലാം നിങ്ങൾ എന്തിനാ പഠിപ്പിച്ചു തരുന്നേ? എല്ലാം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഒരു 3-4 മാസം നിങ്ങൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. സ്കൂളിൽ കണക്ക്, സയൻസ്, സാമൂഹ്യ പാഠം, ജിയോഗ്രഫി, ബയോളജി എല്ലാം പഠിക്കുന്ന പോലെ നിങ്ങൾ ഇതെല്ലാം ഒരു റൗണ്ട് പ്രാക്ടീസ് ചെയ്യണം. വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ യു. പേപ്പർ ട്രേഡിങ്ങിൽ കൂടെ നിങ്ങൾക്കത് കൺഫേം ചെയ്യാനുള്ള സപ്പോർട്ട് ഞാൻ ഡെയിലി തരുന്നുണ്ട്. ഒരാൾക്ക് പോലും മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്നില്ലല്ലോ. ഒരു ട്രേഡിംഗ് ഡയറി പോലും ഞാൻ പെൻഡിങ് വെക്കാറില്ലല്ലോ. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് റിമൈൻഡർ എന്ന് മെസ്സേജ് അയച്ച് എന്നെ ഇൻവോക്ക് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടില്ലേ? അത്യാവശ്യമുള്ളവർക്ക്
അപ്പോയിൻമെന്റ് എടുത്ത് എന്നെ ഡയറക്റ്റ് കോൾ ചെയ്തുകൂടെ? പല അധ്യാപകരും മാറി മാറി ഇവിടെ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. ഞാനൊരാൾ മാത്രമല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പലപ്പോഴും എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് ജാള്യത ഉണ്ടായിപ്പോയാൽ ആ ജാള്യതയുടെ പുറത്ത് എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള വിമുഖത നിങ്ങൾക്ക് വന്നാൽ, നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ട് വന്നാൽ, നിങ്ങൾക്ക് ലജ്ജയില്ലാതെ നിങ്ങളുടെ ഒരു സഹപാഠിയായിട്ട് ഇത് കണ്ടുകൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ക്ലാസ് ലീഡറെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലേ? അങ്ങനെ എന്തെല്ലാം സപ്പോർട്ട് ഞാനിവിടെ ചെയ്തു തരുന്നുണ്ട്. ഡെയിലി ക്ലാസ് എടുത്തു തരുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിച്ച കാര്യം ഓരോ ദിവസവും അണുവിട തെറ്റാതെ, ഒരു ട്രേഡിംഗ് പ്രൊസീജിയറിൽ ഒരു റൂള് പോലും മാറ്റി പറയാതെ കൃത്യമായ ട്രേഡിംഗ് പ്രൊസീജിയറിൽ അകത്തി നിന്നുകൊണ്ട് മാർക്കറ്റിനെ എങ്ങനെ നോക്കിക്കാണണമെന്ന് എല്ലാ ദിവസവും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാറില്ലേ? ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 മാസം അത് എൻജോയ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് ചൂസ് ചെയ്ത് ഒരു ബിസിനസ് പോളിസിക്ക് അനുസരിച്ച്, മുമ്പേ പറഞ്ഞ പോലെ ട്രേഡിംഗ് കേവലം ഒരു എന്റർടൈൻമെന്റ് മൂഡിന് വേണ്ടി ചെയ്യുന്നതല്ലെന്നും അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നും ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തിൽ ഒരു ബിസിനസ് പോളിസി ഉണ്ടാവണമെന്നും ആ ബിസിനസ് പോളിസി അനുസരിച്ച് മാർക്കറ്റിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും പഠിച്ചാൽ അവിടെ തീരില്ലേടോ നിങ്ങളുടെ സൈക്കോളജി പ്രോബ്ലംസ്. അത് പഠിക്കാൻ നമ്മൾ കാണിക്കുന്ന വിമുഖതയും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന മറ്റേ അളിയനുണ്ടല്ലോ, ആരാ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. പുള്ളി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടും പുള്ളിയെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടും അല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിലേ വരുന്നേ? എൻ്റെ പ്രശ്നം കൊണ്ടാണോ? എൻ്റെ ട്രേഡിംഗ് പ്രൊസീജിയറിൻ്റെ പ്രശ്നം കൊണ്ടാണോ? ഒന്നുമല്ല. നിങ്ങൾ അതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഒരു നിലപാട്, ഉറച്ചൊരു നിലപാട് നിങ്ങൾക്കില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അതുള്ള ആൾക്കാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന വോളറ്റാലിറ്റി മാർക്കറ്റിൽ വരുന്നതും ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഈ ആഴ്ച മാർക്കറ്റിൽ പല രീതിയിലുള്ള അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ ആഴ്ചകളിൽ ട്രേഡ് ചെയ്യുന്ന പോലെ അല്ല ഈ ആഴ്ച ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഞാൻ പറയാൻ വന്നേ, ഓപ്പോസിറ്റ് വ്യൂ ചാർട്ടിൽ നിന്നും നിങ്ങൾ ട്രേഡ് എൻ്റെ കൺഫർമേഷൻ എടുക്കേണ്ടതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ. കാരണം നിങ്ങൾക്കറിയാം ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും, ഞാനിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും ഓപ്പോസിറ്റ് വ്യൂ ഉള്ള ചാർട്ടിനകത്തിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സെറ്റപ്പുകളുണ്ട്. മനസ്സിലാവുണ്ടോ? നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. മാർക്ക് പോയ സ്വിങ് ലോയാണിത്. ആ സ്വിങ് ലോയ്ക്ക് വന്ന ഹെഡ്ജിങ് പോയിന്റ് ആണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആണോ? ഈ സ്വിങ് ലോയെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോയപ്പോഴാണ് പിന്നീട് ഇതൊരു വെർജിൻ പോയിന്റ് ആയിട്ട് നിൽക്കുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുൻവിധിയും ഇല്ലാതെ, നിങ്ങൾക്ക് ഒരു അനാലിസിസും ഇല്ലാതെ ഇവിടെ വന്നപ്പോൾ ഒരു 5 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എന്തിനാ സുഹൃത്തെ അനാലിസിസ് ചെയ്യുന്നത്? ഒരു സ്ട്രോങ് സപ്പോർട്ടിന്റെ താഴെ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് മാത്രം പോരെ. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതെല്ലാം ഇടിഞ്ഞു കൂത്തി താഴോട്ട് പോരുവാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ സത്യത്തിൽ ഈ മാർക്കറ്റിൽ ബയറും സെല്ലറും മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരുടെ ഓരം ചേർന്ന് നിൽക്കുക. അകത്തോട്ട് കയറിപ്പോയാൽ മുങ്ങിപ്പോവും. ആഴക്കൂടുതലാണ്. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒന്നും. നിങ്ങൾ ഓരം ചേർന്ന് നിൽക്കുക. ആ ഓരത്ത് വരുമ്പോൾ നിങ്ങൾ കയറുക. അധികം ആഴക്കയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോരുക. സേഫാണ്. ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് എന്തിനാ കണ്ടെത്തുന്നേ? ഇന്നലെ പറഞ്ഞതാ. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കും, ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കും. ഹൗ സമാധാനമായി. ഒരു ട്രെൻഡ് ലൈൻ വരച്ചു, അതിലൊരു ബ്രേക്ക് കിട്ടി. എന്തിനു വരച്ചു? ഇവിടെ എന്തിനു ബ്രേക്ക് ഔട്ട് കിട്ടി? എവിടുന്ന് ട്രേഡ് എടുക്കും? ഒന്നും അറിയത്തില്ല. വെറുതെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ബ്രേക്ക് ഔട്ട്. ഒരു മനസ്സുഖം അല്ലേ? അതല്ലേ? ഇത് വരച്ചു കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് മേളിലോട്ട് പോയാലോ അപ്പം അടുത്ത് പിടിക്കും. ഇതും കൂടെ കണക്ട് ചെയ്ത് വരച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഹോ, ഞാൻ വരച്ച ട്രെൻഡ് ലൈൻ എന്നാ ഒരു ആക്രോസിയാ. ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ, അതിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഇതിലങ്ങ് സായുജ്യം കണ്ടെത്തുക, ഇതിലങ്ങ് ആനന്ദിക്കുക. പഠിക്കേണ്ടത് പഠിക്കത്തുമില്ല,
ചാർട്ടിൽ കാണേണ്ടത് കാണത്തുമില്ല. നിങ്ങളുടെ കാഴ്ചയെ മൊത്തം മറച്ചു കളയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാർട്ടിൽ ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാര്യം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് പഠിക്കുക. ബൈയിങ്ങിന് ഇൻട്രസ്റ്റ് വന്ന പ്രൈസ് ഏതാന്ന് പഠിക്ക്, സെല്ലിങ്ങിന് ഇൻട്രസ്റ്റ് വന്ന പ്രൈസ് ഏതാന്ന് പഠിക്ക്, അതിനകത്ത് കൺഫ്യൂഷൻ ഉള്ള മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പഠിക്ക്. ഇപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുമെന്ന് അറിയാൻ വേണ്ടി നിന്റെ കയ്യിലുള്ള മാരകായുധം എന്തുവാടാ?